അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം. ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. നമ്മുടെ കർത്താവ് ഉദ്ധാനം ചെയ്ത ദിനം. നമ്മുടെ ഹൃദയവും ലോകം മുഴുവനും സന്തോഷിക്കുന്ന ദിനം. ഈസ്റ്റർ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും മഹാരഹസ്യവുമാണ്. മരണത്തെ അതിജീവിച്ച ജീവൻ്റെ വിജയം, പാപത്തെ മറികടന്ന സ്നേഹത്തിൻ്റെ വിജയം, നിരാശയെ അതിജീവിച്ച പ്രത്യാശയുടെ വിജയം. ശൂന്യമായ കിണറൊരു വാഗ്ദാനമാണ്. യാതൊരു ഇരുട്ടും അന്തിമമല്ല, യാതൊരു ദുഃഖവും സ്ഥിരമല്ല. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാത്തിനെയും മറികടക്കുന്നു. ക്രിസ്തുവിൻ്റെ കല്ലറയുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് ശൂന്യമായ കല്ലറയായിരുന്നു. താൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റ കല്ലറയാണ്. എല്ലാ കല്ലറകളിലും അവരുടേതായ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത് അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മഗ്ദലന മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. വെളുപ്പിനെ ക്രിസ്തുവിൻ്റെ കല്ലറയിലേക്ക് ഓടിയെത്തിയവൻ. സ്നേഹത്തിന് ഇത്ര ആഴമായ ആർദ്രഭാവമുണ്ടെന്ന് പഠിപ്പിക്കുന്നവളാണ് പാപിനിയായ മറിയം. ക്രിസ്തുവിനെ കാണാൻ എല്ലാവരും ഓടിയെത്തിയെങ്കിലും കാണാത്തവരെല്ലാം പിന്തിരിഞ്ഞോടിയപ്പോഴും മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് അവൻ്റെ കല്ലറയിൽ തന്നെ നിന്നു. അവളുടെ കണ്ണുനീര് കണ്ട്, ആർദ്രമായ സ്നേഹഭാവം കണ്ട് ക്രിസ്തു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. നിന്റെ കരച്ചിലെ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം നീ പ്രകടിപ്പിച്ചാൽ അവൻ നിനക്കും പ്രത്യക്ഷപ്പെടും. ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയും സമാധാനത്തിൻ്റെ ദൂതുമായി അവൻ നമ്മിലേക്ക് കടന്നു വരും. ഏവർക്കും ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു.